ഈ സമയത്ത് ആരാ ഫോൺ അടിക്കണേ? കുഞ്ഞിനെയുള്ള. ഹലോ, അസ്സലാമു അലൈക്കും. ആ ആ ഞങ്ങളിതേ ചായപ്പണി കഴിഞ്ഞാ ഇറങ്ങാന്ന് വെച്ചിട്ടടി. എൻ്റെ ചായ കുടി കഴിഞ്ഞാ? അതെ, നിങ്ങളൊക്കെ ഒരുങ്ങിയാ? ഞങ്ങൾ ചായ ഉപ്മാവ് ഉണ്ടാക്കി. അപ്പോൾ ചായ കുടി കഴിഞ്ഞാണ്ട് ഇറങ്ങാം. നേരത്തെ പോകാം. അപ്പം സമയം 10 മണിയായിട്ടുള്ളൂ. ആ അപ്പോൾ നല്ലൊരു കാര്യം പറയാ. നീ ഏത് സാരി കൊടുക്കണ? ഫർദിയാ? ആ ശരി, ഞാൻ സാരി കൊടുക്കാന്ന് വെച്ചിട്ടാ. അതേ, കാര്യം പറയാന്ന് പറഞ്ഞതേ, നീ വരുമ്പോൾ ഒരു ചെയൻ കയ്യിൽ പിടിക്കിട്ടാ. നിനക്ക് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ ഒരെണ്ണം പിടിച്ചോ, നമുക്ക് അവിടെ വന്നിട്ട് മാറ്റാം. ഞങ്ങളും അങ്ങോട്ട് തന്നെ എത്താം. ഇനിയിപ്പോൾ വരുന്നില്ല ഞങ്ങൾ. വേണ്ട, കാറെടുത്തിട്ട് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട. ഞങ്ങളെ മണ്ഡപത്തിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ നീ ആ ഒരു ചെയിൻ എടുത്തിട്ട് കയ്യിൽ പിടിച്ചോട്ടാ. ഇത് അതെ, താത്താക്ക് ഒരെണ്ണം തന്നെ ഉള്ളൂ. 4 പോലുണ്ട്. ഇട്ടെന്ന് അറിയില്ല. അതെ, എന്നാൽ പിന്നെ എന്നാൽ വേണ്ട, കുഴപ്പമില്ല. സാരില്ല എന്നാ. അതെ, നീയല്ലേ പറയാറ് എനിക്ക് ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഓരോ വിധം ഇടും, പിന്നെ ഊരി വയ്ക്കും, അങ്ങനെയൊക്കെ. അത് കാരണം ഞാൻ പറഞ്ഞതാണ് ഒന്ന് ഒരെണ്ണം എടുത്തോന്ന്. അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാരില്ല. ശരി ശരി. എന്നാൽ ശരി, എന്നാൽ പേര് ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടാ. ഇവിടെ ഒക്കെ ഒരുക്കാണ്. നേരത്തെ എണിച്ചു. അല്ല, ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്നാൽ ശരി. സ്വർണം ചോദിച്ചപ്പോൾ അവളുടെ മനസ്സേ പോയി. മോളെ, ഉപ്മാവായാ? ഇതമ്മ വെള്ളം തെളിച്ചിട്ട് റവ ഇട്ടിട്ടുള്ളൂ. അല്ല, ആരാ വിളിച്ചിട്ടുണ്ടായിരുന്നു? കൊറേ നേരമായി മൊബൈൽ അടിക്കുന്നായിരുന്നല്ലോ. അത് കുഞ്ഞമ്മ വിളിച്ചതാ. അതെ. അപ്പൊ അതെ, കല്യാണത്തിന് എപ്പോഴാ ഇറങ്ങണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവൾക്കൊന്ന് വിളിക്കണം എന്ന് വെച്ചിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഉണ്ട് അവള് ഇങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങണ്, ഇതിലെ വരുന്നേ? ഇതില് വരികയാണെങ്കിൽ നമുക്ക് കാറിൽ ഇങ്ങനെ പോവാന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെല്ലാരും ഉണ്ട്. അപ്പൊ ഇതില് വേറെ ചായ കൂടി കഴിഞ്ഞത് ഇറങ്ങാന്ന് വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ട്, എനിക്ക് വരുമ്പോ എനിക്ക് കഴുത്തിലേക്ക് ആകെ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, കഴുത്തിലേക്ക് ഒരെണ്ണം കൂടുതൽ നീ കൊണ്ടുപോയോ, അവിടെ വെച്ചിട്ട് നമുക്ക് മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവള് സ്വർണത്തിന്റെ കൂട്ടം കൂടിയപ്പോ അവൾക്ക് ഒരു ജാതി. അതിന് ഉമ്മ എന്തിനാ അവരടുത്തൊക്കെ ചോദിക്കാൻ? 2 മാലില്ല, അതിലൊന്നും ഇട്ടാ പോരെ? അല്ല മോളെ, മോളിട്, നീ ഇടാണ്ട് ഞാനാണ് ഇടാ. അവളുടെ അടുത്ത് ഉണ്ടല്ലോ വേണ്ടത്. അവള് എപ്പോഴും പറയാറില്ലേ, ഞാൻ അങ്ങനെ പോകുമ്പോ അത് ഇടും, ഇവിടേക്ക് പോകുമ്പോ ഇത് ഇടും എന്നൊക്കെ. അപ്പൊ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചോന്ന് പറഞ്ഞു. സ്വർണത്തിന്റെ കൂട്ടം കൂടിയപ്പോ പിന്നെ അവള് നമ്മളെ ക്ഷണിച്ചതെല്ലാം പോയി. അപ്പൊ പിന്നെ അവള് തട്ടി മാറണു. സ്വർണത്തിന്റെ വിലയൊക്കെ അല്ലേ, നമ്മള് വിശ്വാസം ഇല്ലാണ്ടാവും ചിലപ്പോ. അത് കുഴപ്പമില്ല. മൊത്ത കുത്തിയപ്പോ കഴുത്തിലും കാര്യം ഇട്ടുന്ന് ആരും കണ്ടുപിടിക്കില്ല. കഴുത്തിലും കാര്യം ഒന്നും വേണ്ട, മൊത്ത കുത്തിയാൽ മതി. അപ്പൊ മോള് എനിക്ക് മൊത്ത കുത്തി തന്നാ മതി. എന്നാ പിന്നെ വേഗം ചായയുടെ പണി, ചായ കുടിച്ചാലേ വേഗം ഒക്കെ പെറപ്പെട്ടാളേട്ടാ. എന്താ കുടുംബത്തെ ആയതുകൊണ്ടാ. പുറമേയൊക്കെ ആണെങ്കിൽ നമുക്ക് സമയത്തിന് പോയാൽ മതി. കുടുംബത്തെ ആയതുകൊണ്ട് നമ്മളെ പോകാൻ പറ്റില്ല. നമ്മുടെ മക്കളുടെ കാര്യത്തിനൊക്കെ എന്റെ സഫിയുടെ കല്യാണത്തിനൊക്കെ നേരത്തെ വന്നവര് വെള്ളിയാഴ്ച വന്ന് നമ്മളിങ്ങനെ നിന്നാ പോണ്. അവര് ഇന്നലെ വന്ന്. അപ്പൊ നമ്മൾ അതുപോലെ പോകണ്ട മോളെ. നമ്മൾ വേഗം ഉണ്ടാക്കിയ പോലെ ചായ കുടിച്ചിട്ട് കുളിക്കാന്ന് ചോദിക്കാം. അല്ല, നിങ്ങൾ എവിടെയായിരുന്നേ? നിങ്ങൾക്ക് ഏതാ മുണ്ട് ഷർട്ട് എടുത്ത് വെക്കുന്നത്? അതൊന്ന് പറയേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുത്ത് വെക്കാനല്ലേ. ഞാൻ ഈ സാരി കൊടുത്താൽ പറ്റില്ലേ? പോരെ? നീ ഏത് സാരി കൊടുക്കാതെ എന്നോട് ചോദിക്കണേ? ഒരു കല്യാണം വന്നിരിക്കുന്നത്, അവിടുത്തെ കല്യാണം മാത്രം വരുമ്പോൾ മാത്രം അങ്ങനെ ചാടനും ഓടലും കീടലൊക്കെ ആയിട്ട് അതിശയപ്പെട്ടൊരു കല്യാണം വന്നിരിക്കണം. ഇപ്പം നമ്മുടെ അവിടെ കല്യാണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പറയില്ല. അപ്പം നമ്മൾ ഒരുങ്ങാൻ പറയുമ്പോൾ അത് മെയിൻ ചെയ്യാത്ത പോലെ നിൽക്കും. ഇതാണോ നീ കല്യാണത്തിന് പോകണമെന്ന് പറയണത്? അതെ, നിങ്ങൾ എന്തിട്ട് വർത്താനം പറയുന്നേ? നിങ്ങളെ കുടുംബത്ത് വേറെ, എൻ്റെ കുടുംബത്ത് വേറെ. ഇന്നേ വരെ തന്നെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചില സമയത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടാ. ഇങ്ങനെയൊന്നും പറയല്ലേ. നമ്മളത് എന്ന് പറയും. ഇപ്പം അവരുടെ കുടുംബത്തെ ആദ്യമായിട്ടല്ലേ. നമ്മളെ മോൻ്റെ കല്യാണത്തിനൊക്കെ അവർ തലേ ദിവസം വെള്ളിയാഴ്ച വന്നല്ലേ. അപ്പോൾ ഒന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞാണോ തെറ്റ്? ഇനിയിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചില്ല, നിൻ്റെ മാത്രം ആക്കി എന്ന് പറയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് വല്ല തെറ്റാണോ? പിന്നെ സാരി കൊടുക്കുന്നത് പിന്നെ ഭർത്താവിനോട് അല്ലാണ്ട് പിന്നെ ആരോടെ ചോദിക്കുക? നിങ്ങളിപ്പോൾ എന്താ പറയണ്ടേ? ഏത് മുണ്ട് ഷർട്ട് എടുത്ത് വെക്കുക? അതൊന്ന് പറഞ്ഞാൽ ആ ബാഗിലാക്കി വെക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഏതാ പറയണേ? നിങ്ങളൊന്ന് എടുത്ത് തന്നെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വരാം. എനിക്ക് നീ മുണ്ട് ഷർട്ടൊന്നും എടുത്തേക്കണ്ട. ഒരു ജോഡിയല്ലേ എടുക്കാനുള്ളൂ, അത് ഞാൻ എടുത്തോളാം. നീ ബാഗിലെ കുത്തിരിക്കിട്ട് ഒന്നും കൊണ്ടുപോകാൻ നോക്കണ്ട.
കേട്ടാ അത് ഞാൻ അടുത്തോളാം. ആ മോളുടെ കുളിയൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു. ഞാനീ വേഗം ഇവിടെ ഒന്ന് വൃത്തിയാക്കാലോന്ന് വെച്ചിട്ട് അടിച്ചു വരികയായിരുന്നു. അതേ മോളെ, പെട്ടെന്ന് പണി തീർക്കാം, നമുക്ക് വേഗം പോവാം. ഇപ്പൊ തന്നെ എല്ലാവരും വന്നു തുടങ്ങി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോളെ സെഫിമോൻ എണിച്ചില്ല ഈ നേരം പറയോ? ഞാൻ കൊറേ വട്ടം വിളിച്ചു, സെബിക്ക് എണീക്കണൊന്നുമില്ല. വിളിച്ചു വിട്ട മോളെ, എന്താ നഞ്ഞി അണിച്ച് പല്ലിച്ച് മോൻ കഴുകി കുളിച്ച് വരുമ്പോ നേരം എന്താവും അറിയോ? ഓരോരുത്തരുടെ പണി കഴിഞ്ഞാലും ഓരോരുത്തരും നേരം വൈകി. ഞാൻ വിളിക്കാം. ഇന്ന് വേഗം പോയിട്ട് വിളിച്ചു വിട്ട മോള്. എണിച്ചു വന്നു. ഇനി എപ്പോ വരും കുട്ടി? ഷെബിക്ക ഇതുവരെ എണീറ്റില്ലേ? അതെ, ഞങ്ങൾ ഇവിടെ അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് ഓരോ പണികൾ തീർത്തോണ്ടിരിക്കുക. എണീക്ക് ഷെബിക്ക, ഇന്ന് കല്യാണത്തിന് പോണ്ടേ? ഉമ്മ എണീപ്പിച്ചു വിടാൻ പറയുന്നത് ഷെബിക്കാനെ. ആ എണീക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് അതെ, ഞങ്ങൾ ഓരോ പണികളായിട്ട് ഒതുക്കിക്കൊണ്ട് നിൽക്കാണ്. പെട്ടെന്ന് പോകാൻ അവിടെ തറവാട്ടിൽ എല്ലാരും വന്നു. ഉത്തരത് ഉമ്മ ഇപ്പൊ പറഞ്ഞതാണ്. ഷെബിക്ക എണിച്ചു വന്നേ, പല്ലേക്ക് കുളിക്ക്, വായോ, എണീക്കിന്ന്. എണീക്ക്, മതി കടന്നത്. അതെ, ഞാൻ അടിക്കാൻ കൊടുത്ത ഡ്രസ്സാ ചേച്ചിന്റെ ഇന്ന് ഷെബിക്ക് എനിക്ക് മേടിച്ചു തരുമോ? ഞാനത് മേടിച്ചിട്ടില്ല. അതാ ഇർഫാൻ, ഞാൻ എങ്ങനെ പറഞ്ഞേക്ക് എന്നെ എന്തിനാ പോയി വാങ്ങിട്ട് വരുമോ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ഉറങ്ങാനും പറ്റില്ല. അവരെ ഒന്നും അതിന് ഉപകാരത്തിന് കിട്ടില്ല. ഷെബിക്ക് വേഗം എണീറ്റ്. ഉമ്മ അവിടെ കിടന്ന് ചീത്ത പറയണ്ട കേട്ടോ. ഉപ്പാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഷെബിക്ക് വേഗം എണീച്ചിട്ട് പല്ല് വെച്ചിട്ട് കുളിക്കാൻ നോക്ക്. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാലോ. നിങ്ങളൊക്കെ അല്ലേ ഇക്കമാര്, നിങ്ങളല്ലേ അവിടെ ആദ്യം ഉണ്ടാവേണ്ടത്. ഉമ്മ ഇപ്പൊക്കെ റെഡിയായ? ഏയ്, ആരും റെഡി ആയിട്ടില്ല. എല്ലാരും പണികൾ ചെയ്യല്ലേ, വേഗം ഒതുക്കിയിട്ട് അങ്ങോട്ട് പോവാലോന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാ വേണ്ടെന്ന് പറഞ്ഞല്ലേ, ഞാൻ അതിനനുസരിച്ചിട്ട് എടുത്തു വെക്കാം. ഇതിലേതാ വേണ്ടേ? എനിക്ക് ആ കറുപ്പ് ഷർട്ട് എടുത്താൽ മതി. അത് മതിയാ? പിന്നെ ഒരു ചായ എടുത്ത ഫസ്റ്റ്. ഇതാരെ വിളിക്കുന്നത്? പുതിയ നമ്പറാണല്ലോ. ഹലോ. ഹലോ ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഞാനാണ്, ഫൈസലാണ്. ഫൈസലാണോ? ഇത് പുതിയ നമ്പറാണല്ലോ. പുതിയ നമ്പറേ, ഞാൻ ഇപ്പൊ നാട്ടില് വന്നിട്ട് പുതിയ സിം എടുത്തതാ. ഞാൻ പഴയ നമ്പർ ഉണ്ട്, പക്ഷെ ആ നമ്പറില് പേര് വെച്ചിട്ടുണ്ട് ഫൈസൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖമാണ്. നാളായല്ലോ വിളിച്ചിട്ട്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയുള്ളൂ. ഗൾഫിലായിരുന്നല്ലോ അല്ലേ? അതാ പിന്നെ ഗൾഫിൽ പോയപ്പോഴാണ് പിന്നെ വിളിച്ചാ പിന്നെ കിട്ടാത്തത്. പിന്നെ അവിടെ സിം ആയതുകൊണ്ട് പിന്നെ അറിയില്ലല്ലോ. അതാ നാട്ടിൽ വന്നൊരു പുതിയ സിം എടുത്തിട്ട് നോക്കിയപ്പോ പഴയ നമ്പർ ഉണ്ടായിരുന്നു, അപ്പൊ അതിലേക്ക് വിളിക്കുക. അതെ, ശരി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. നല്ല വിശേഷം. എന്താ വെറുതെ വിളിച്ചാണോ അതോ? അല്ല, ഞാനൊരു കാര്യം പറയാണ്ട് വിളിച്ചതാ. പിന്നെ ഞാനേ പിള്ളേരൊക്കെ ഒരേ വാശി, എന്താ പറയാ, സ്കൂള് ക്രിസ്മസ് ഒക്കെ പൂട്ടിയില്ലേ, അപ്പൊ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടേ പൂട്ടിക്കല്ലേ. ഇന്ന് അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ, അതിനിപ്പോ എന്താ നിങ്ങള് വരെ? അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ വരാന്ന് വെച്ചിട്ടേ. അത് കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴാണെങ്കിലും വരാമല്ലോ. ലീവ്, പിള്ളേർക്ക് ലീവ് ഉണ്ടാകുമ്പോഴേ പോകാൻ പറ്റുള്ളൂ എവിടെയെങ്കിലൊക്കെ. അതെ അല്ലെ, പറയാണ്ട് ചിലപ്പോ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്രകളോ എന്തായാലും വിളിച്ച് നന്നായി. ചിലപ്പോ ഞങ്ങള് കല്യാണങ്ങളോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ വീട് അടച്ചു കൂട്ടിട്ട് പോവാ. വിളിച്ച് പറഞ്ഞ എന്തായാലും നന്നായി. നിങ്ങൾ വരും, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാ വരുന്ന വെച്ച് പറഞ്ഞാൽ മതി. ഞങ്ങള് ഉച്ചയൊക്കെ ആവുമ്പോഴേ ഞാനും പിന്നെ പിള്ളേരൊക്കെ ആയിട്ടേ എല്ലാരും ആയിട്ട് വരാട്ടെ. ഓക്കെ, ശരി എന്നാ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, ആ പൈസല് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൈസലാ? ഏത് പൈസല്? ഏത് പൈസലെന്നാ? എന്റെ അനിയനെ അറിയില്ലേ, നീ മറന്നാ? അവൻ ദുബായിലല്ലേ? ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്നപ്പോ പഴയ നമ്പറിലല്ലേ വിളിച്ചത്, പുതിയ നമ്പർ എടുത്തില്ല. പഴയ നമ്പർ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പളാ പറഞ്ഞത് ഇങ്ങനെ അവര് വെക്കേഷനിൽ ഇങ്ങോട്ട് വരുന്നുണ്ടത്ര. ക്രിസ്മസിന് ലീവാണ് കുട്ടികൾക്ക് പഠിപ്പിലൊക്കെ മുടക്കാണല്ലോ 10 ദിവസം. അപ്പൊ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാൻ വേണ്ടി വന്നത്. ഇന്ന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഉച്ചയാകുമ്പോ എത്തുന്നാണ് അവര് പറഞ്ഞത്. നിങ്ങൾ എന്താ പറയണേ? എന്നാ ഉച്ചയാകുമ്പോ എത്തുന്ന? ബേഗില് തുണികളൊക്കെ ആക്കി വെച്ചത്. ആ മോള് സന്തോഷത്തോടെ പുറപ്പെട്ടു. അത് അവൻ എണിച്ച് പല്ലി വയ്ക്കാൻ പോയിക്കണു. എന്താ ചെയ്യാ? അതിന് ഒന്നും ചെയ്യാനില്ല. അവര് വിളിച്ചു ചോദിച്ചിട്ട് വരുന്നത് നമ്മളവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാനിവിടെ ഉണ്ടാവും എന്നും പറഞ്ഞു. നമ്മൾ കല്യാണത്തിന്റെ കേസൊന്നും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. കല്യാണം നമ്മൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കാം അവിടെ പിള്ളേരെ. നമുക്കിവിടെ നിൽക്കാം. അവര് എപ്പോഴെങ്കിലൊക്കെ വരുന്നല്ലേ, നമ്മൾക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ അത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും കല്യാണത്തിന് പോകണ്ട.
അതന്നെ ഞാൻ പറയണത്. എന്ത് ചെയ്യുക, ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ അത്ര 5 കൊല്ലമായി കൊണ്ട് വന്നിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിലെല്ലാം അടച്ചു കൂട്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഉണ്ടാവും. ആ വരുന്നത് കൊണ്ട് അങ്ങനെ പറയാമെന്ന് അവർ വിചാരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാളെ നമ്മൾ പറഞ്ഞേക്കാം. അല്ല, ആരെങ്കിലും ഒരാൾ പോട്ടെ എന്ന് പറഞ്ഞില്ലേ, നാം പോട്ടെ എന്നാ. എന്താന്നാ നീ ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെയാണ് കൂട്ടുകുടുംബങ്ങളെല്ലാവരും എത്തുക. എനിക്ക് എല്ലാവരും കാണണം തോന്നുന്നു. ഞാൻ ഇവിടെ അവരുടെ അടുത്തൊക്കെ കാണണം. അവരെല്ലാവരും പറയാം നല്ല പരിപാടിക്ക് നിന്നെ മാത്രം കാണൂല, എനിക്ക് എല്ലാവരും ഉണ്ടാവും എപ്പോഴും ചോദിക്കും. അപ്പം ഇതിനെ ആഗ്രഹിച്ച് പോയി. എല്ലാവരും വരുമല്ലോ, നമുക്കും കലക്കണം, കൂടണം, സന്തോഷമായിട്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരാൾ ഞാനായിക്കായാലോ. നീ എന്താ പറയണത്? അവർ എപ്പം കൂടെ കൂടുമ്പോഴാണ് അവർ വരുന്നത്. അപ്പം നീ ഇല്ലാതൊന്നും കാര്യം നടക്കുമോ? ഭക്ഷണങ്ങളൊക്കെ വെക്കാനും പിടിക്കാൻ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുക. അവരെല്ലാവരും നമ്മളുണ്ട് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും വെക്കാനും ബിരിയാണി വെക്കാനൊക്കെ ഞാൻ തന്നെ ഒക്കെ ചെയ്യണം. അപ്പം നീ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാ നല്ലത്. നീ ഒന്നും പോകണ്ട, വേണമെങ്കിൽ മോനെ പറഞ്ഞേക്കാം. പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി വരുമല്ലോ, കല്യാണങ്ങൾ. അപ്പം നിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവരും കൂടെ പോകാമല്ലോ കല്യാണത്തിൽ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും നമുക്ക് വിരുന്ന് പോലെ പോകണ കാര്യങ്ങൾ പറയാമല്ലോ അവരോട്. പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് എല്ലാവരും ശരി എന്നാ അങ്ങനെ ചെയ്യാന്ന്. അവർ വരട്ടെ. അപ്പോൾ എന്നെ സന്തോഷമല്ല. വല്ലപ്പോഴും വന്നിട്ട് ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾ വേണം പറഞ്ഞിട്ടല്ല അവർ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പോയാലും അത് ശരിയാവില്ല. എന്നാ പിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ പറയുന്നില്ല ഇപ്പം കല്യാണം ഉണ്ട് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, പിന്നെ അവർ വരാണ്ടിരിക്കും. പിന്നെ കല്യാണം ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞില്ല. അവർ പെട്ടെന്ന് വിളിച്ചതല്ലേ. നമ്മളിപ്പോൾ കല്യാണം ഉണ്ടെന്ന് അവർക്കും അറിയില്ലല്ലോ. സാരമില്ല, കുഴപ്പമില്ല. അവർ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കും. മനസ്സിലാവും. അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവര് വിചാരിക്കുന്നു ഞാൻ വരുന്ന സന്തോഷം തന്നെ ഉള്ളൂ. എന്താ അവര് സ്കൂള് പൂട്ടി വന്ന ഗൾഫിൽ നിന്നൊക്കെ വന്നതല്ലേ. പിന്നെ നമ്മള് ഉണ്ട് മറ്റേ അത്ര ദൂരത്തുനിന്ന് വരുമ്പോ പിന്നെ നമ്മള് കല്യാണം അല്ലേ, അത് കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോവാ. അങ്ങനെ ചെയ്യാം. അല്ല, ഇനിയിപ്പോ അവര് ഉച്ചക്ക് എത്തുന്നല്ലേ പറഞ്ഞേ. അവർക്ക് ഇനിയിപ്പോ ഉച്ചക്കുള്ള എന്തെങ്കിലും കരുതണ്ടേ നമ്മള്? അതെന്തെങ്കിലും പോയി റെഡിയാക്കുന്ന. ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്തില്ലേ, ഒരു 12 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പൊ അത് ആ കാര്യം നോക്ക് പോയിട്ട്. നമ്മ പല്ലേക്ക് ഉണ്ട്, അവനോട് ചെന്ന് പറയട്ടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാനേ. ഉച്ചയാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ആ മോനെ, എന്റെ പല്ല് പിന്നെയും കഴിഞ്ഞില്ലേ? അതെ, കുഞ്ഞിപ്പ അവര് വരുന്നുണ്ടത്ര. കുഞ്ഞിപ്പയും കുഞ്ഞുമ്മയും കുട്ടികളൊക്കെ വരുന്നുണ്ടത്ര. അപ്പൊ ഉച്ചത്തെ ഊണിന് എത്തുന്ന പറയുന്നു. ഉപ്പ വന്നോണ്ടിരിക്കുന്നുണ്ടെന്ന്. ദുബായിലല്ലേ, ദുബായിന്ന് വന്നിക്കണം. പറഞ്ഞിട്ടെന്താ കാര്യം? ഉപ്പ പറയണ അവര് വന്നു, ഉച്ചക്ക് ഉണ്ണാൻ നേരത്തെ എത്തും, നീ എന്തെങ്കിലും ചെയ്യ്. ഇപ്പൊ കുഞ്ഞിപ്പ ഗൾഫിന്നൊക്കെ വന്നല്ലേ മോനെ. അവര് ആദ്യമായിട്ട് വരുമ്പോ, ആദ്യമായിട്ടല്ല ദുബായിന്ന് വന്നിട്ട് ആദ്യമായിട്ടല്ലേ വരില്ല. അപ്പൊ നമ്മളത് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഉപ്പ പറഞ്ഞു, നിന്നെ പറഞ്ഞാക്ക ആരെങ്കിലും ഒരാൾ പോട്ടെ, നീ പോകണ്ട എന്ന്. പിന്നെ വേഗം തുണികളൊക്കെ ആക്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അല്ലമ്മ, അപ്പൊ ഞാൻ മാത്രം പോവാനാ കല്യാണത്തിന്? ഇത് കുഴപ്പമില്ല മോനെ. അവര് വല്ലപ്പോഴും ദുബായിന്നൊക്കെ വന്നിട്ടൊന്ന് വരുമല്ലേ. അപ്പൊ പിന്നെ അവര് വരുമ്പോ നമ്മളെല്ലാം അടച്ചു കൂട്ടിയിട്ട് കല്യാണത്തിന് പോകണത് ശരിയല്ലല്ലോ. എന്റെ പോണതിന്റെ മുന്നേ അറിഞ്ഞത് കൊണ്ട് ശരി, പോയി ചെന്നിട്ട് അവിടെ ഒക്കെ ആയ ശേഷം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും? അപ്പൊ അത് കുഴപ്പമില്ല മോനെ. അറിയുന്ന ഒരാൾ പോയാൽ മതി. നീ ചെന്നിട്ട് വേഗം പല്ലിച്ച് പോകാൻ കഴിയിട്ടേ. ചെന്നിട്ട് എന്തെങ്കിലും വല്ല ഇറച്ചി എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഉച്ചക്കലേക്ക് വല്ലതും നോക്കട്ടെ കേട്ടാ. എന്താ വാങ്ങണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റ് മന്തി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയുടെ മോനെ. അത് മതി, പെട്ടെന്ന് കഴിയും. ഇപ്പൊ ഇത്ര നേരമായില്ലേ. എന്താ വേണ്ടത്? ഇതിന് മുമ്പ് ചിക്കൻ വാങ്ങിട്ട് വാ. മന്തിയുടെ അരിയും ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം വാങ്ങാം. ക്യാപ്സിക്കം 2 മേടിച്ചോ. നോക്കി പോ, നല്ല പോയാൽ മതിട്ടാ. മോളെ, ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചേ. മോളെ, ഇത് മതിയാ? ഇത് മതി. അതെ, ചിക്കൻ 2 വട്ടായിട്ട് വെക്കല്ലേ, കൊള്ളൂല. അത് വെന്തിട്ടേ പിന്നെ അത് മറ്റേത് വെച്ചാൽ മതി. അപ്പൊ ഇത് അതായി. അതെ, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കിയേ.
എല്ലാവർക്കും വിശന്ന് തുടങ്ങി. സമയം 1:30 എൻ്റെ പണികളും മന്തിയും കാര്യങ്ങളൊക്കെ മൈൻസും എല്ലാം ശരിയായി. ആ ശരിയാ, നീ പറഞ്ഞ പോലെ സമയം 1:30 ആകാനേ പോണില്ലേ. എന്ത് പറ്റിയാണോ? അതിന് ബ്ലോക്ക് എന്തെങ്കിലും പെട്ടിട്ടുണ്ടാവും. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ നിങ്ങൾ എവിടെ എത്തി? ആ അമല കഴിഞ്ഞുന്നാ? അതെ, ഞങ്ങൾ കുറെ നേരം വിളിക്കാൻ കിട്ടുന്നില്ല. ഇപ്പൊ വിളിച്ചു നോക്കിയതാ. ആ എന്നാ വേഗം വരും, നോക്കി വരീട്ടാ. ആ ശരി. അവര് അമല എത്തിയിരുന്നു. അത് ബ്ലോക്കിൽ പെട്ടിരിക്കായിരുന്നു. 1 മണിക്കൂർ മുന്നേ എത്തണ്ടാണ്. അപ്പൊ ഇവിടെ എത്താറായിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് ഒരുമിച്ച് കഴിച്ച് ഭക്ഷണം കഴിക്കാം. എന്തായാലും ഇത്ര നേരം കാത്തില്ലേ, ഒരുമിച്ച് കഴിക്കാം. എന്നാ ശരി, ഞാനേ ചോറ് നല്ല ചൂടുണ്ട്. എന്നാ ചോറ് ഇട്ട് വെക്കാം അല്ലേ? എടുത്ത് വെക്കുന്നോ? ചോറ് വിളമ്പി വെക്കാം. ആ ശരി.